ഹായ് ഓൾ, വെൽക്കം ടു കോമഡി കാക്കാർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. CC ഓണം നല്ലോണം പഠിച്ചോണം. അപ്പൊ നമുക്കിന്ന് ഹിസ്റ്ററിയിലെ കുറച്ച് PYQ നോക്കാം. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ കേരള ഹിസ്റ്ററിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ കേരള ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് കേരള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് റിനൈസൻസ് ലീഡേഴ്സ്, അവർ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ, അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രധാനപ്പെട്ട ഡേറ്റുകൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ റിനൈസൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒത്തിരി റിനൈസൻസ് ലീഡേഴ്സ് ഉണ്ട് അല്ലെ. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി, വാഗ്ബട അടക്കം അങ്ങനെ ഒട്ടനവധി ലീഡേഴ്സ് ആണ് നമുക്ക് ഉള്ളത് അല്ലെ. അപ്പൊ ഇതെല്ലാം നമ്മളവിടെ പഠിക്കണം, വളരെ വെരി ഇമ്പോർട്ടന്റ് ആണ് PSCക്ക്. പിന്നെ അതുകൂടാതെ നമുക്ക് ആദ്യകാല കലാപങ്ങൾ, ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ കലാപങ്ങളും കാര്യങ്ങളും കൂടെ പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ CCയുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കരുത്. പിന്നെ അതുകൂടെ നമ്മുടെ CCയുടെ ലേണിംഗ് ആപ്പ്, ഇവിടെ നമ്മൾ ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി ഫ്രീ ക്വിസ്, കറന്റ് അഫയേഴ്സ്, പിന്നെ അതുകൂടാതെ എക്സാംസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് PDF, പിന്നെ അതുകൂടാതെ എക്സാം അനാലിസിസ്, നമുക്ക് റാങ്ക് പെർഫോമൻസ് അനാലിസിസ് ഒക്കെ നമുക്ക് ലഭിക്കും. PSCക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ലേണിംഗ് ആപ്പ് തന്നെയാണ് നമ്മുടെ CCയുടെ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. PSC നമുക്ക് കറന്റ് അഫയേഴ്സ്, നമുക്ക് PSC എന്ന് പറയുമ്പോൾ ഓർത്ത് വയ്ക്കുന്നത് കറന്റ് അഫയേഴ്സ് ആണ് അല്ലെ. കറന്റ് അഫയേഴ്സ് കിട്ടാൻ ഡെയിലി പത്രം വായിക്കണം. പ്ലസ് നമുക്ക് എല്ലാ ആനുകാലിക വിഷയങ്ങളും നമ്മളിവിടെ ഓർത്ത് വെക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഉപകാരപ്രദം ആകുന്ന ഒരു ലേണിംഗ് ആപ്പ് തന്നെയാണ്. അത് മാത്രമല്ല നമുക്ക് എല്ലാ സബ്ജക്റ്റുകൾക്കും എല്ലാ എക്സാംസിനൊക്കെ ഉപകാരപ്പെട്ട ഒരു ലേണിംഗ് ആപ്പ് തന്നെയാണ് CCയുടെ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും ഡൗൺലോഡ് ചെയ്യാത്തവരും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചുക. അപ്പൊ ഇവിടെ നമ്മൾ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കലാപങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് മലബാർ കലാപവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, മലബാർ കലാപവും ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും? 1921 വാഗൺ ദുരന്തം, കീഴാരിയൂർ ബോംബ് കേസ്, ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും മുസ്ലിം കർഷകർ നടത്തിയ കലാപം, അലി മുസ്ലിയാർ, സീതക്കോയത്തങ്ങൾ തുടങ്ങിയ നേതാക്കന്മാർ നടത്തിയ നേതൃത്വം നൽകി. ഏതായിരിക്കും ഇവിടെ വരുന്നത്? ആ കീഴാരിയൂർ ബോംബ് കേസ് അല്ലെ. കീഴാരിയൂർ ബോംബ് കേസ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലെ. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട്, അതായത് 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് റിലേറ്റ് ചെയ്ത് കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു സംഭവമാണ് ഏത്? കീഴാരിയൂർ ബോംബേഴ്സ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കാം. അപ്പൊ ഈ മലബാർ കലാപം എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടുണ്ടായതാണ്? അത് ഓർത്ത് വെക്കാം. നമുക്ക് ഗാന്ധിജിയുമായിട്ട് നമുക്കൊന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഗാന്ധിജിയുമൊക്കെ ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഗാന്ധിജിയുടെ 3 ജനകീയമായിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അതിൽ നോൺ കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെ. നിസ്സഹകരണ പ്രസ്ഥാനം അത് 1920 അല്ലെ. പിന്നെ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് 1930, ക്വിറ്റ് ഇന്ത്യ 1942. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തുടങ്ങാൻ അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങി വെക്കാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് കുറച്ച് റീസൺസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മൾ എടുത്തു പറയുന്ന റൗലറ്റ് ആക്ട് അല്ലെ. റൗലറ്റ് ആക്ട്, അതുകൂടാതെ ഖിലാഫത്ത് മൂവ്മെന്റ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ജാലിയൻ വാലാബാഗ് മാസക്കർ അല്ലെ. 1990 നടന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഗാന്ധിജി തുടങ്ങി വെക്കിയത്. അപ്പൊ ഈ ഖിലാഫത്ത് മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഗാന്ധിജി ആദ്യമായിട്ട് 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത്. അപ്പൊ കേരളത്തിലെ ഖിലാഫത്ത് മൂവ്മെന്റ് തുടങ്ങാൻ കാരണം എന്താണ്? അതായത് തുർക്കി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെ തുടർന്ന് തുർക്കിയിൽ അവിടെ ഖലീഫയുടെ ഭരണം, ഖലീഫ എന്നത് മുസ്ലിംസിന്റെ ഒരു ആധ്യാത്മിക നേതാവാണ് അല്ലെ. അപ്പൊ ഈ ഖലീഫയുടെ ഭരണം തിരിച്ചു കൊണ്ടുവരിക എന്നതിന്റെ ബേസിൽ നമ്മുടെ ഇന്ത്യയിൽ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും കൂടി ചേർന്ന ഒരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് എന്ന് പറയുന്നത്. ഗാന്ധിജി അതിനെ സപ്പോർട്ട് ചെയ്തു. അതായത് ഗാന്ധിജി അതിനെ കണ്ടത് ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഗാന്ധിജി അതിനെ കണ്ടത്. അപ്പൊ ഇതിന്റെ ബേസിലാണ് ഇത് കേരളത്തിൽ, അതായത് ഗാന്ധിജി കേരളത്തിൽ വരുന്നത്. അപ്പൊ ഈ ഖിലാഫത്ത് മൂവ്മെന്റ് പക്ഷെ കേരളത്തിൽ കുറച്ച് പ്രശ്നമായി അല്ലെ. കേരളത്തിലൊരു മലബാർ കലാപത്തിലേക്കൊക്കെ അവിടെ വരികയും ദെൻ അതിനുശേഷം വാഗൺ ട്രാജഡി ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അത് ഓർത്ത് വെക്കുക. 1921 വാഗൺ ട്രാജഡി ദുരന്തത്തിലേക്കൊക്കെ പോവുകയും ചെയ്തു. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് പറയുന്നത് വിശേഷിപ്പിച്ചത്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളാം. പിന്നെ അതുകൂടാതെ ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും മുസ്ലിം കർഷകർ നടത്തിയ ഒരു കലാപം തന്നെയാണ് നമുക്ക് എന്താ മലബാർ. അതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്ന് പറയുന്നത് അലി മുസ്ലിയാരും അതുകൂടാതെ സീതക്കോയ തങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ പെടാത്തത് എന്ന് പറയുന്നത് കീഴാരിയൂർ ബോംബ് കേസാണ്. അത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് റിലേറ്റ് ചെയ്ത് കേരളത്തിൽ നടന്ന ഒരു സംഭവമാണെന്ന് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പണ്ഡിറ്റ് KP കറുപ്പന്റെ രചന തിരഞ്ഞെടുക്കുക. പണ്ഡിറ്റ് KP കറുപ്പൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഓർത്ത് വെക്കുക ജാതിക്കുമ്മിയാണെന്ന് ഓർത്ത് വെക്കുക അല്ലെ. കറുപ്പൻ എന്ന് പറയുമ്പോൾ ജാതിക്കുമ്മി, കറുപ്പൻ ജാതി എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോ പണ്ഡിറ്റ് KP കറുപ്പൻ എന്ന് പറയുമ്പോൾ
അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള രചന എന്ന് പറയുന്നത് ജാതി കുമ്മിയാണ് എന്നൊന്ന് ഓർത്തു വെച്ചുകൂടാ. അപ്പൊ ജാതി കുമ്മിയാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് നോക്കിക്കേ, വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേര് എന്ത് എന്നാണ് ചോദിക്കുന്നത്. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ് യഥാർത്ഥ പേര് വരുന്നത് അല്ലെ. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേര് വരുന്നത് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ് യഥാർത്ഥ നാമം വരുന്നത്. അതൊന്ന് ഓർത്ത് വെക്കണം. അപ്പൊ നമ്മൾ റിനൈസൻസ് ലീഡേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി ഓർത്ത് പഠിക്കുക. അതായത് ആദ്യം ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു റിനൈസൻസ് ലീഡേഴ്സ്, അത് ജനിച്ച വർഷം, യഥാർത്ഥ നാമം, ജനിച്ച സ്ഥലം, അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ദെൻ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രസ്ഥാനം എന്തൊക്കെയാണ്, ഇനി അതുകൂടാതെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ, ഇനി അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏതൊക്കെ സമരങ്ങളിലാണ് പങ്കെടുത്തത്, ഏതൊക്കെ സമരത്തിനാണ് നേതൃത്വം വഹിച്ചത്, അത് പഠിക്കണം. ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഓരോ ആളുകളുടെയും പ്രശസ്തമായിട്ടുള്ള വേർഡുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ അങ്ങനെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, ഇങ്ങനെ നമ്മൾ ഓരോന്ന് ഓർത്ത് വരച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റിനൈസൻസ് ലീഡേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നുള്ളതാണ് വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം. നെക്സ്റ്റ് ദിവസം നോക്കിക്കോളുക. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നാണ് ചോദിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ് അല്ലെ. വൈകുണ്ഠസ്വാമിയാണ്. നമുക്ക് PSC എഴുതുന്നവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് റിനൈസൻസ് ലീഡേഴ്സ് ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻസിൽ വരുന്നത് സ്ഥിരം ചോദിക്കുന്നത് അല്ലെ. അതായത് ശ്രീനാരായണ ഗുരു, വൈകുണ്ഠസ്വാമി, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, അങ്ങനെ കുറച്ച് റിനൈസൻസ് ലീഡേഴ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ ക്വസ്റ്റ്യൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ കൊടുക്കും. അപ്പൊ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ PSCക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ആര്? വൈകുണ്ഠസ്വാമി എന്ന് പറയുന്നത്. അദ്ദേഹം നാഗർകോവിലിനടുത്തുള്ള സാമിത്തോപ്പ് ഒരു ചന്നാർ കുടുംബത്തിലാണ് ജനിക്കുന്നത്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചോളാം. ഇനി ഇദ്ദേഹത്തിന്റെ വിശേഷണം എന്ന് പറയുന്നത് ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെ. സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠസ്വാമി എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിനെ ഓർത്തു വെക്കുമ്പോൾ പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങളോട് ഓർക്കണം. അതായത് കുറച്ച് വേർഡ്സുകൾ ഓർത്തു വെക്കാം. അതായത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വേർഡ് ആണ് ഏതാ? പ്രധാനപ്പെട്ട ഒരു വേർഡ് ഉണ്ട്. അതായത് തിരുവിതാംകൂർ ഭരണത്തെ നീചഭരണം എന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്നും പറഞ്ഞത് ആരാണ്? വൈകുണ്ഠസ്വാമി. അത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു വേർഡാണ് കേട്ടോ. അത് ഓർത്ത് വയ്ക്കണം. പിന്നെ അതുകൂടാതെ അദ്ദേഹവുമായിട്ട് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പഠിക്കുമ്പോൾ ഓർത്ത് വയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് സമത്വ സമാജം അല്ലെ. സമത്വ സമാജം. പിന്നെ അതുകൂടാതെ അദ്ദേഹം സമപന്തി ഭോജനം അല്ലെ. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചിന്താപദ്ധതിയും അതുകൂടാതെ ആരാധനാലയവും ഇതൊക്കെ പഠിക്കണം. അതായത് നിഴൽ താങ്കൾ അല്ലെ. നിഴൽ താങ്കൾ, അതുകൂടാതെ അയ്യാവഴി അല്ലെ. അയ്യാവഴി. ദെൻ നെക്സ്റ്റ് തൂവയൽ പന്തി കൂട്ടായ്മ അല്ലെ. തൂവയൽ പന്തി കൂട്ടായ്മ, അതായത് ചിട്ടയായിട്ട് ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഈ തൂവയൽ പന്തി കൂട്ടായ്മ. ഇനി അതുകൂടാതെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള 2 കൃതികൾ ഓർത്തു വെക്കണം. അഖിലത്തിരുട്ടും അരുൾനൂലും അല്ലെ. അഖിലത്തിരുട്ടും അതുകൂടാതെ അരുൾനൂലും, അത് ഓർത്തു വെക്കുക. അരുൾനൂൽ, അഖിലത്തിരുട്ട്, അരുൾനൂൽ, ഇതൊക്കെ ഓർത്തു വെക്കണം. വളരെ ഫേമസ് ആണ്, സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിച്ചു വെക്കുന്നതാണ്. അപ്പൊ വൈകുണ്ഠസ്വാമിയെ പറ്റി വളരെ കറക്റ്റ് ആയിട്ട് അവിടെ പഠിച്ചു പോകണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആര്? വൈകുണ്ഠസ്വാമി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായി തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പൊ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പ്രസ്ഥാനമാണ് സമത്വ സമാജം. ഏതാണ് ശരിയാണോ നോക്കുക. തെറ്റാണ് അല്ലെ. സമത്വ സമാജം ആരാ രൂപം നൽകിയത്? വൈകുണ്ഠസ്വാമിയാണ് അല്ലെ. ഇനി സഹോദര സംഘം സ്ഥാപിച്ച കുമാരനാശാനാണോ? അല്ലെ. കുമാരനാശാനല്ല, സഹോദരൻ അയ്യപ്പൻ അല്ലെ. സഹോദരൻ അയ്യപ്പൻ. പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്നത്. ശരിയാണ് അല്ലെ. PRDS എന്ന് പറയും. PRDS 1909 അല്ലെ. 1909 ഇരവിപേരൂർ, പത്തനംതിട്ട ഇരവിപേരൂരിലാണ് എന്ത്? PRDS സ്ഥാപിക്കുന്നത്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ ഉപദേശി എന്നൊക്കെ അറിയപ്പെടുന്ന ഇദ്ദേഹമാണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഓർത്തു വെച്ചോളാം. വെരി വെരി ഇമ്പോർട്ടന്റ്. ദെൻ നെക്സ്റ്റ്, സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപനായിരുന്നു KK എളപ്പൻ. തെറ്റാണ് അല്ലെ. പത്രാധിപൻ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് അല്ലെ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപൻ എന്ന് പറയുന്നത്. അപ്പൊ ശരി ഏതാണ്? പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്നത്. PRDS, അത് 1909 ഇരവിപേരൂരിലാണ് സ്ഥാപിച്ചത്. അത് ഓർത്ത് വെച്ചോളണം. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് നടത്തിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പട്ടിണിജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? അപ്പൊ ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കുറെ കാര്യങ്ങൾ ഫാക്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ.
അതായത് പട്ടിണി ജാഥ നടത്തിയ വർഷം എന്ന് പറയുമ്പോൾ 1936. അത് ഓർക്കാം. എവിടം തൊട്ട് എവിടം വരെയാണെന്ന് വെച്ചാലും നമുക്കറിയാം. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്കാണ് പട്ടിണി ജാഥ. ഈ ഒറ്റ ക്വസ്റ്റിന് കുറെ കാര്യങ്ങൾ പഠിക്കും അല്ലെ. ഇനി ആരാണെന്ന് പഠിക്കണം. ആരാണ്? AK ഗോപാലൻ, നമ്മുടെ AKG അല്ലെ, നമ്മുടെ സ്വന്തം AKG ആണ്. ഓർത്തു വെക്കുക. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് നടത്തിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പട്ടിണി ജാഥ അല്ലെ, അതിന് നേതൃത്വം നൽകിയത് ആരാണ്? AK ഗോപാലൻ, AKG ആണ്. ഓർത്തു വെച്ചോളാ. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാ. ചൂടെ തന്നിരിക്കുന്നവയിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ ഏതൊക്കെയെന്നാണ് പറയുന്നത്. അയ്യങ്കാളി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഓർത്തു വെക്കേണ്ടത് ഏതാണ്? ഒന്ന് കല്ലുമാല സമരം, അതുകൂടാതെ വില്ലുവണ്ടി യാത്ര അല്ലെ. 1ഉം 4ഉമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിനൊക്കെ ഡേറ്റ് ഓർത്ത് വെക്കണം. ഇനി വില്ലുവണ്ടി യാത്ര എന്ന് പറയുമ്പോൾ എന്താ ഓർത്ത് വെക്കേണ്ടത്? വെങ്ങാനൂർ ടു തിരുവനന്തപുരം അല്ലെ. വെങ്ങാനൂർ ടു തിരുവനന്തപുരമാണ് നമുക്ക് അദ്ദേഹം വില്ലുവണ്ടി, ഇതിന് വേണ്ട സഞ്ചാര സ്വാതന്ത്ര്യം വേണ്ടിയിട്ടാണ് അല്ലെ വില്ലുവണ്ടി യാത്ര നടത്തിയത്. അതുപോലെ തന്നെ കല്ലുമാല സമരം, അത് ഓർത്ത് വെച്ചുകൊള്ളാം. അതിന്റെ ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇനി അതുകൂടാതെ അയ്യങ്കാളി എന്ന് പറയുമ്പോൾ അയ്യങ്കാളിയുടെ കുറെ വിശേഷങ്ങളുണ്ട്. ആളിക്കത്തിയ തീരിപ്പൊരി, കേരള സ്പാർട്ടക്കസ്, ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിനെ ദ ഗ്രേറ്റ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ കറുത്ത സൂര്യൻ എന്നൊക്കെ അയ്യങ്കാളിയെ വിശേഷിപ്പിക്കുന്നുണ്ട് അല്ലെ. ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വേറെ ഒത്തിരി സമരങ്ങളെ പറ്റി നമുക്ക് അറിയണം അല്ലെ. അതായത് 90-ാം ആണ്ട് ലഹള ഓർ ഊരൂട്ടമ്പലം ലഹള, ഇതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ഊരൂട്ടമ്പലം ലഹള ഓർ 90-ാം ആണ്ട് ലഹള അല്ലെ, ഓർ 90-ാം ആണ്ട് ലഹള. പഞ്ചമി എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്കൂളിലേക്ക് ചേർക്കാൻ ചെന്നതും, അതുകൂടാതെ ഉയർന്ന ജാതിക്കാർ ആ സ്കൂൾ തീ വെച്ച് നശിപ്പിച്ച കാര്യങ്ങൾ, അതുമായി തുടർന്നുണ്ടായ ലഹളകളൊക്കെ ഒന്ന് ഓർത്തു വെച്ചുള്ള. പിന്നെ അതുകൂടാതെ കല്ലുമാല സമരം, വില്ലുവണ്ടി യാത്ര, അങ്ങനെ ഒത്തിരി അധികം പെരുന്നാട് സമരം എന്നൊക്കെ പറയുന്നതാണ് അല്ലെ. അങ്ങനെ ഒത്തിരി അധികം സമരങ്ങളെയും കാര്യങ്ങളും ഒക്കെ ഓർത്തു വെച്ചുകൊള്ളാം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അയ്യങ്കാളി ആയാലും മറ്റ് റിനൈസൻസ് ലീഡേഴ്സ് ആയാലും അവർ നടത്തിയ സമരങ്ങൾ ഏതൊക്കെയെന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് നോക്കിക്കൂടാ. ദരിദ്രരെ സഹായിക്കാനായി പിടിയരി, അതായത് ഒരു പിടി അരി എന്ന ജീവകാരുണ്യ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഒരു പിടി അരി എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തു വെക്കണം ആരാണ്? അവിടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനാണ് അല്ലെ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അതായത് ഒരു പിടി അരി അല്ലെ, ഒരു പിടി അരി, അതാണ് ദരിദ്രരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഒരു പിടിയരി എന്നുള്ള ഒരു സമ്പ്രദായം ആരംഭിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അത് ഓർത്തു വെക്കുക. നെക്സ്റ്റ് നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രാചീന മലയാളം എന്ന ഗ്രന്ഥം എഴുതിയത് ആര് എന്നാണ് ചോദിക്കുന്നത്. പ്രാചീന മലയാളം എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് വെച്ചോളുക ആരാ? ചട്ടമ്പി സ്വാമികളാണ് അല്ലെ. ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്, ചട്ടമ്പി സ്വാമി. ഇനി ഇവിടെ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതൊക്കെയാ? ഒന്ന് പ്രാചീന മലയാളം, പിന്നെ ഏതൊക്കെയാണ്? വേറൊന്ന് ആദിഭാഷ, വളരെ പ്രശസ്തമായിട്ടുള്ളത് അല്ലെ, ആദിഭാഷ. പിന്നെ വേദാധികാര നിരൂപണം അല്ലെ, വേദാധികാര നിരൂപണം. ഒന്ന് പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. ദെൻ നെക്സ്റ്റ് ക്രിസ്തുമത ഛേദനം അല്ലെ, ക്രിസ്തുമത ഛേദനം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ഇത്രയും കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഇനി പ്രാചീന മലയാളം എന്നുകൊണ്ട് അതിൽ ആ കണ്ടന്റ് എന്താണെന്നും കൂടി ഓർത്തു വെക്കണം കേട്ടോ. അതായത് പ്രാചീന മലയാളം എന്ന് പറയുന്നത് ആദ്യ മലയാളം, അതായത് നമുക്ക് ജാതിരഹിതമായിട്ടുള്ള ഒരു ആദ്യകാല ഒരു കേരളത്തെ പറ്റിയുള്ള വിശേഷങ്ങളാണ് നമുക്ക് പ്രാചീന മലയാളത്തിൽ പറയാൻ സാധിക്കുന്നത്. ഇനി വേദാധികാര നിരൂപണം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് അവർണർക്കും വേദം പഠിക്കാം എന്നാണ് ഈ വേദാധികാര നിരൂപണത്തില് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വേദാധികാര നിരൂപണത്തെ പറ്റി വിവേകാനന്ദൻ ഇങ്ങനെ ഒരു വേർഡ് പറയുന്നുണ്ട്, അതായത് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാഞ്ഞത് നന്നായി എന്ന് ഈ ചട്ടമ്പി സ്വാമിയുടെ വേദാധികാര നിരൂപണത്തെ പറ്റി ഒരു കമന്റ് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അത് ഓർത്തു വെക്കുക. പിന്നെ അതുകൂടാതെ ക്രിസ്തുമത ഛേദനം എന്തിനെ പറ്റിയാണ്? അതായത് ക്രിസ്തുമതം, അതായത് കേരളത്തിലുള്ള മിഷണറിമാരുടെ ക്രിസ്തുമത വൽക്കരണത്തിനെതിരെ അദ്ദേഹം നടത്തിയ അല്ലെങ്കിൽ എഴുതിയ ഒരു കൃതിയാണ് ക്രിസ്തുമത ഛേദനം എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ മോക്ഷപ്രദീപ ഖണ്ഡനവും എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയത്? അതായത് ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു റിനൈസൻസ് ലീഡറിന്റെ മോക്ഷപ്രദീപം എന്ന് പറയുന്ന കൃതിയുടെ എതിരായിട്ട് കൗണ്ടർ ചെയ്തിട്ട് എഴുതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. അപ്പൊ മോക്ഷപ്രദീപം ആരുടെയാണെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ, ആരുടെയാണെന്നുള്ളത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ. നോക്കിക്കോളാം. ഞാൻ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ, ഒരു വാക്ക് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ. നോക്കിക്കേ. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാഞ്ഞത് ഭാഗ്യം എന്ന് ഏത് കൃതിയെ കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടതാണ് ചോദിക്കുന്നത്. ഏതാണ്? വേദാധികാര നിരൂപണം അല്ലെ. വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണത്തെ പറ്റിയാണ് ഇങ്ങനെ ഒരു വേർഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമന്റ് വിവേകാനന്ദൻ പറഞ്ഞത്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാഞ്ഞത് ഭാഗ്യം എന്ന് അല്ലെ. നെക്സ്റ്റ് നോക്കിക്കോളാം. 1936
മുപ്പത്തിയാറിൽ തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച ദിവാൻ ആര് എന്നാണ് ചോദിക്കുന്നത്. ആരായിരുന്നു? ഇവിടെ ഷൺമുഖം ചെട്ടിയാണ് അല്ലെ. ഷൺമുഖം ചെട്ടി. ഇത് എന്തിനെ പറ്റിയാണ് പറയുന്നത്? 1936 നടന്ന ഇലക്ട്രിസിറ്റി സമരം അല്ലെ. ഇലക്ട്രിസിറ്റി സമരത്തിനെ പറ്റിയാണ്. അപ്പൊ ഇവിടെ 1936 തൃശൂർ പട്ടണത്തിലെ വൈദ്യുത വിതരണം സ്വകാര്യ ഏജൻസി ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് ഷൺമുഖം ചെട്ടി എന്ന് പറയുന്ന ദിവാനാണ്. ഇതിനെ തുടർന്ന് നടന്ന ഒരു സമരത്തിനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്നത്. സ്വകാര്യ കമ്പനി ചന്ദ്രിക എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അതിനെ തുടർന്ന് നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തു വെച്ചോളാം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത് എവിടെ വച്ച് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? അവിടെ പ്രശസ്തമായിട്ടുള്ള ആലുവയിൽ വെച്ച് നടന്ന ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൽ പറഞ്ഞ, അല്ലെങ്കിൽ സർവമത സമ്മേളനത്തെ തുടർന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണിത്. അത് ഓർത്ത് വെക്കണം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നാണ് ആലുവയിൽ വെച്ച് നടന്ന സർവമത സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അദ്ദേഹത്തിന് ആ ഒരു സർവമത സമ്മേളനത്തെ പറ്റി അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഓർത്ത് വെക്കണം. ഇത് പലതവണയായിട്ട് മാറ്റി മറിച്ചൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതാണ്. അപ്പൊ ഓർത്ത് വെക്കണം, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് അല്ലെ. ആലുവ സർവമത സമ്മേളനത്തെ പറ്റി പറഞ്ഞതാണ്. അത് ഓർത്തു വെക്കണം. നെക്സ്റ്റ് നോക്കിക്കേ, താഴെ തന്നിരിക്കുന്നത് ശരിയായ ജോഡി ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം? വി ടി ഭട്ടതിരിപ്പാട് പ്രത്യക്ഷ രക്ഷാ ദേവസഭ, കുമാരഗുരുദേവൻ അരയ സമാജം, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, പണ്ഡിറ്റ് കെ പി കറുപ്പൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഏതായിരിക്കാം? ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം അല്ലെ. അത് ഓർത്തു വെച്ചോളാം. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. പ്രത്യക്ഷ രക്ഷാ ദേവസഭ ആരുടെയാണ്? പൊയ്കയിൽ അല്ലെ. പൊയ്കയിലാണ്. അത് ഓർത്തു വെച്ചോളാം. ഇനി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് ഏതാ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി ടി ഭട്ടതിരിപ്പാട് അല്ലെ. ഇനി നെക്സ്റ്റ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ നമുക്ക് പൊയ്കയിൽ യോഹന്നാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെ ഓരോന്ന് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഓരോന്നും ആരുടെ, ഓരോ സഭ അല്ലെങ്കിൽ ഓരോ പ്രസ്ഥാനങ്ങൾ ആരുടെ എന്ന് കറക്റ്റ് ആയിട്ട് അവിടെ ഓർത്തു വെക്കാം. നെക്സ്റ്റ് നോക്കിക്കേ, സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം? 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണല്ലോ അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത്. അരുവിപ്പുറം വിപ്ലവം എന്നൊക്കെ പറയും. അപ്പൊ അത് ശരിയാണ് അല്ലെ. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം ആദിഭാഷ അല്ല അല്ലെ. അത് തെറ്റാണ് അല്ലെ. അതായത് പ്രാചീന മലയാളവും ആദിഭാഷയും ആരുടെയാണ്? ചട്ടമ്പി സ്വാമിയാണ് അല്ലെ. ചട്ടമ്പി സ്വാമിയാണ്. അത് ഓർത്തു വെച്ചോളാം. നെക്സ്റ്റ്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം, അത് നമുക്ക് അറിയാവുന്നതാണ്. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുമ്പോൾ തെറ്റാണ് അല്ലെ. അതിന്റെ സ്ഥാപകൻ ആരാ? വൈകുണ്ഠസ്വാമിയാണ് അല്ലെ. വൈകുണ്ഠസ്വാമിയാണ്. അത് ഓർത്തു വെച്ചോളാം. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ? 2ഉം 4ഉമാണ് ഏത്? അവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞത് അല്ലെ. 2ഉം 4ഉമാണ് അവിടെ തെറ്റായ പ്രസ്താവന. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളും ശരിയായ കാലഗണന ക്രമം ഏതെന്നാണ് ചോദിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് മോറാഴ സമരം, കുണ്ടറ വിപ്ലവം, പൂക്കോട്ടൂർ കലാപം, കുറിച്യ കലാപം. അപ്പൊ ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഓരോന്നിന്റെ ഡേറ്റ് കറക്റ്റ് ആയിട്ട് അവിടെ മനസ്സിലാക്കണം. ഡേറ്റ് മനസ്സിലാക്കിയില്ലെങ്കിലും ഓരോന്ന് കഴിഞ്ഞിട്ടാണ് ഓരോന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഏതായിരിക്കാം? ഇവിടെ ആദ്യം നടന്ന സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് കുണ്ടറ അല്ലെ. കുണ്ടറ പ്രൊക്ലമേഷൻ ആണ്. നെക്സ്റ്റ് രണ്ടാമത് എന്താണ്? കുറിച്യ അല്ലെ. കുറിച്യ റിവോൾട്ട്. നെക്സ്റ്റ് വരുന്നത് പൂക്കോട്ടൂർ. നെക്സ്റ്റ് മോറാഴ അല്ലെ. ഇനി അതിന്റെ ഡേറ്റ് കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കി വെക്കണം. കുണ്ടറ വിളംബരം നടന്നത്, കുണ്ടറ പ്രൊക്ലമേഷൻ 1809 ജനുവരി 11 അല്ലെ. ജനുവരി 11 വെളുത്തബിതളവ. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചോളാം. കുറിച്യ കലാപം എന്ന് പറയുന്നത് 1812. ഇതിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് രാമനമ്പിയാണ് അല്ലെ. രാമനമ്പി. ഇനി ഇത് വയനാടാണ്. വയനാട് ഗോത്ര ബ്രിട്ടീഷുകാരുടെ ആ ഒരു നികുതി അല്ലെ പരിഷ്കാരങ്ങൾക്കെതിരെ ഗോത്ര വിഭാഗം നടത്തിയ ഒരു സമരമാണ് കുറിച്യ കലാപം. കേരളത്തിലെ ഗോത്ര കലാപമൊക്കെ ആയിട്ട് അറിയപ്പെടുന്നത് ഈ കുറിച്യ കലാപമാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സ്ലോഗൻ. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് പൂക്കോട്ടൂർ കലാപം വരുന്നത് 1921. ഇത് മലബാർ കലാപത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അറിയപ്പെടുന്നത്. ഓഗസ്റ്റ് 26 കേട്ടോ. മന്തും ഡേയും കൂടി നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. നെക്സ്റ്റ് മോറാഴ സമരം എന്ന് പറയുന്നത് സെപ്റ്റംബർ 15 1940 സെപ്റ്റംബർ 15 അവിടെ വരുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയത് ആര്? വലിയ കപ്പിത്താൻ എന്ന് പറയുന്നത് തന്നെ ആരാണ്? ഡിനലോയാണ് അല്ലെ. ക്യാപ്റ്റൻ ഡിനലോയ്. കുളച്ചൽ യുദ്ധം ആരുമായിട്ട് തന്നെ ആയിരുന്നു? മാർത്താണ്ഡവർമ്മ അല്ലെ. മാർത്താണ്ഡവർമ്മയും
ഡച്ച് അല്ലെ, ഡച്ചുകാര് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നശിച്ചു പോകാനുള്ള കാരണം അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യാനുള്ള കാരണം തന്നെ ഈ കുളച്ചൽ യുദ്ധമാണ്. അതിൽ മാർത്താണ്ഡവർമ്മ ജയിച്ചു, ക്യാപ്റ്റൻ ഡിനലോയെ തോൽപ്പിച്ചു. അതിനുശേഷം ഈ മാർത്താണ്ഡവർമ്മയെ സൈന്യത്തിനെ പരിശീലിപ്പിച്ചത് ആരാണ്? ക്യാപ്റ്റൻ ഡിനലോയാണ്. ഓർത്ത് വെക്കുക, വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ക്യാപ്റ്റൻ ഡിനലോയാണ്. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്ര വർഗ കലാപങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. പഹാരിയ കലാപം, മാപ്പിള കലാപം, സന്താൾ കലാപം, കോൾ കലാപം. നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം ഏതാണ്? മാപ്പിള കലാപമാണ് അല്ലെ, മാപ്പിള കലാപമാണ് ഇന്ത്യയിൽ പല ഭാഗങ്ങളും. ഗോത്ര കലാപമല്ല ശരിക്കും എന്താ ഈ മാപ്പിള കലാപം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ എന്താണ്? ഈ ഗോത്ര പഹാരിയ കലാപം, രാജ്മഹൽ കുന്നുകളിലൊക്കെ നടന്ന അല്ലെ, സന്താൾ കലാപം, കോൾ കലാപം ഒക്കെ ഏതിലാ? ഈ ഗോത്ര കലാപങ്ങളിൽ വരുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ഫാക്ടുകൾ കൂടി നമുക്ക് അവിടെ പഠിച്ചു പോകണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അതായത് നമുക്ക് ഇന്ത്യയിൽ കേരളത്തിൽ ഒന്നുകൂടി പറയാം, അത് നമ്മുടെ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളും അതിന്റെ വർഷങ്ങളും ഇവിടെ ഓർത്തു വെക്കണം. ഇവിടെ നോക്കിക്കേ, അഞ്ചുതെങ്ങ് കലാപം 1697. അപ്പൊ ഇവിടെ അഞ്ചുതെങ്ങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ കലാപമാണ് അല്ലെ, കലാപം. ഇനി ആറ്റിങ്ങൽ കലാപം എന്ന് പറയുമ്പോൾ ഏതാണ്? ആദ്യത്തെ സംഘടിത കലാപമാണ് അല്ലെ, സംഘടിത കലാപം. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. സംഘടിത കലാപം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനമായിട്ട് പോയപ്പോ കുറച്ച് ആളുകൾ വന്ന് ആസൂത്രിതമായിട്ട് വരികയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ വധിക്കുകയൊക്കെ ചെയ്തൊരു സംഭവം. ഇനി അഞ്ചുതെങ്ങ് എന്ന് പറയുമ്പോൾ അതിന്റെ റീസൺസും കൂടി കാര്യങ്ങളും അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളാം. നെക്സ്റ്റ് കുളച്ചൽ എന്ന് പറയുന്നത് ആരുമായിട്ടാണെന്ന് ഓർത്ത് വെക്കുക. 1741 കുളച്ചൽ യുദ്ധം വരുന്നത് അല്ലെ, കുളച്ചൽ യുദ്ധം 1741. നെക്സ്റ്റ് ശ്രീരംഗപട്ടണം ട്രീറ്റി 1792 ശ്രീരംഗപട്ടണം ട്രീറ്റി. ടിപ്പു സുൽത്താൻ അല്ലെ, ഹൈദരലി ടിപ്പു സുൽത്താന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളാം. നെക്സ്റ്റ് ഒന്നാം പഴശ്ശി കലാപം 1793 തൊട്ട് 1797 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം വരുന്നത്. നെക്സ്റ്റ് രണ്ടാം പഴശ്ശി കലാപം 1800 തൊട്ട് 1805. ഇതിനുള്ള റീസണും കാര്യങ്ങളും അതുകൂടാതെ ഇതിന്റെ ലീഡേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളാം. നെക്സ്റ്റ് കുണ്ടറ വിളംബരം 1809 വേലുത്തമ്പി ദളവ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് കുറിച്യ ലഹള, ഗോത്ര കലാപം അല്ലെ, കേരളത്തിൽ നടന്ന ആദ്യത്തെ ഗോത്ര കലാപം രാമനമ്പിയാണ്. 1812 രാമനമ്പിയാണ് അതിന്റെ ലീഡർ. വട്ടത്തൂപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സ്ലോഗൻ അല്ലെ. ഇനി അപ്പൊ ഇവിടെ നോക്കിക്കേ, അച്ചിപ്പുടവയും അതുകൂടാതെ മൂക്കുത്തി സമരത്തിന്റെ ലീഡർ ഒരാൾ തന്നെയാണ് അല്ലെ, ഒരാൾ തന്നെയാണ്. അത് ആരായിരുന്നു? അതായത് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സിനിമ അല്ലെങ്കിൽ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലെ, സിജു വിൽസൺ നായകനായിട്ട് വരുന്ന ഒരു സിനിമ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അത് ആരായിരുന്നു ആ ലീഡർ ഒന്ന്, അല്ലെങ്കിൽ ആരാണ് ഈ അച്ചിപ്പുടവയുടെ മൂക്കുത്തി സമരത്തിന്റെ ലീഡർ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. നെക്സ്റ്റ് മലയാളി മെമ്മോറിയൽ 1891 മലയാളി മെമ്മോറിയൽ വരുന്നത്. എതിർ മെമ്മോറിയൽ എന്ന് പറയുന്നത് 1891 അല്ലെ. അപ്പൊ ഇതിന്റെ മലയാളി മെമ്മോറിയൽ എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? തിരുവിതാംകൂറില് അവിടെ. അപ്പൊ ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? അതായത് തിരുവിതാംകൂറിലെ സ്വദേശീയരായിട്ടുള്ള ആളുകൾക്ക് അവിടുത്തെ ഗവൺമെന്റ് ജോലി അല്ലെ, അവർക്ക് ആ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഉയർന്ന ജോലികൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഒപ്പ് അല്ലെ, ഒപ്പ് ശേഖരണം, അതാണ് അല്ലെ. അത് ഒരു പ്രതിഷേധമാണ്. അപ്പൊ അതാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇനി ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും ഈഴവ മെമ്മോറിയൽ ഒക്കെ വരുന്നുണ്ട്, അത് ഓർത്ത് വെക്കുക. 1896. ഇനി അതിന് മുന്നേ പഠിക്കണം വില്ലുവണ്ടി സമരം 1893 വില്ലുവണ്ടി സമരം വരുന്നത്. അത് എവിടം തൊട്ട് എവിടം വരെയാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. വെങ്ങാനൂർ ടു തിരുവനന്തപുരം അയ്യങ്കാളിയാണ്, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ഈഴവ മെമ്മോറിയൽ. നെക്സ്റ്റ് പെരിനാട് ലഹള അല്ലെ, പെരിനാട് ലഹള 1915 വരുന്നത്, പെരിനാട് ലഹള എന്ന് പറയുന്നത്. നെക്സ്റ്റ് തളി ക്ഷേത്ര സമരം 1917. നെക്സ്റ്റ് മലബാർ കലാപം 1921. വാഗൺ ട്രാജഡി, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വാഗൺ ട്രാജഡി 1921. നെക്സ്റ്റ് വൈക്കം സത്യാഗ്രഹം 1924 തൊട്ട് 25 വരെയാണ് വൈക്കം സത്യാഗ്രഹം അല്ലെ. നെക്സ്റ്റ് കാൽപ്പാത്തി സമരം 1924, അതൊന്ന് ഓർത്ത് വെച്ചോളാം. നെക്സ്റ്റ് സുചീന്ദ്രം സത്യാഗ്രഹം അല്ലെ 1926. നെക്സ്റ്റ് ഉപ്പ് സത്യാഗ്രഹം, അതായത് നമ്മുടെ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉപ്പ് സത്യാഗ്രഹം നടന്നു ഇന്ത്യയില്. അതുകൂടാതെ അതിന്റെ ഒരു ഭാഗം എന്നോണം കേരളത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നുണ്ട്. കേളപ്പന്റെ നേതൃത്വത്തിലേക്ക് ഉപ്പ് സത്യാഗ്രഹം വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചോളാം. നെക്സ്റ്റ് ഗുരുവായൂർ സത്യാഗ്രഹം 1931 അല്ലെ, 1931. നെക്സ്റ്റ് നിവർത്തന പ്രക്ഷോഭം 1932 നിവർത്തന പ്രക്ഷോഭം വരുന്നത്. നെക്സ്റ്റ് ക്ഷേത്ര പ്രവേശന വിളംബരം 1936, അതായത് തിരുവിതാംകൂറിലെ ക്ഷേത്രത്തിൽ കയറാനായിട്ടുള്ള എല്ലാവർക്കും അല്ലെ, ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഒരു വിളംബരമാണ് ക്ഷേത്ര പ്രവേശന വിളംബരം.
ഇത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അല്ലെ, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഇത് പുറപ്പെടുവിച്ചത്. ദെൻ നെക്സ്റ്റ് വൈദ്യുതി പ്രക്ഷോഭം അല്ലെ, വൈദ്യുതി പ്രക്ഷോഭം 1936, അതായത് ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയും. ദെൻ നെക്സ്റ്റ് കല്ലറ പാങ്ങോട് സമരം 1938. ദെൻ നെക്സ്റ്റ് കടക്കൽ പ്രക്ഷോഭം 1938 അല്ലെ, കടക്കൽ ഫ്രാങ്കോനെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് മോറാഴ സമരം 1940, കയ്യൂർ സമരം 1941. ദെൻ നെക്സ്റ്റ് നമുക്ക് കിറ്റ് ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കീഴാരിയൂർ ബോംബ് കേസ് 1942. ദെൻ നെക്സ്റ്റ് പുന്നപ്ര വയലാർ സമരം 1946, അതൊന്ന് ഓർത്ത് വെക്കണം. പുന്നപ്ര വയലാർ സമരം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും അതിന്റെ ആ ഒരു സ്ലോഗൻ അല്ലെ, അതായത് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചുകൂടാ. ദെൻ നെക്സ്റ്റ് കരിവള്ളൂർ സമരം, കരിവള്ളൂർ സമര നായിക ആര് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. 1946 കരിവള്ളൂർ സമരം. ആരാണ് കരിവള്ളൂർ സമര നായിക എന്ന് കമന്റ് ചെയ്തേക്കണേ. ദെൻ നെക്സ്റ്റ് കൂട്ടംകുളം അല്ലെ, കൂട്ടംകുളം സമരം 1946. ദെൻ നെക്സ്റ്റ് കൂട്ടംകുളം സമരം 1996 കൂട്ടംകുളം സമരം വരുന്നത്. ദെൻ നെക്സ്റ്റ് തോൽവിറക് സമരം വരുന്നത് 1946 തോൽവിറക് സമരം വരുന്നത്. ദെൻ നെക്സ്റ്റ് പാലിയം സത്യാഗ്രഹം 1947. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ സംഭവ കാര്യങ്ങളും അതിന്റെ ലീഡേഴ്സ് പഠിക്കണം. ദെൻ നെക്സ്റ്റ് മാഹി വിമോചന സമരം 1948. ദെൻ നെക്സ്റ്റ് തിരുക്കൊച്ചി സംയോജനം 1949. കേരള രൂപീകരണം 1956. ദെൻ നെക്സ്റ്റ് വിമോചന സമരം 1959. ഇത്രയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത്രയും സമരങ്ങൾ പഠിക്കുക. ഇനി ദെൻ നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട റിനൈസൻസ് ലീഡേഴ്സും അവരുടെ പ്രസ്ഥാനങ്ങളും അത് തുടങ്ങി വെച്ച ഡേറ്റും ആണ് ഓർത്ത് വെക്കേണ്ടത്. നോക്കിക്കേ, വൈകുണ്ഠസ്വാമി എന്ന് പറയുമ്പോൾ നമുക്ക് സമത്വ സമാജം ഓർത്ത് വെക്കണം. 1836. ഒന്നുകൂടി പറയാം. വൈകുണ്ഠസ്വാമി എന്ന് പറയുമ്പോൾ ആദ്യമേ ഓർത്ത് വയ്ക്കുന്നത് സമത്വ സമാജമാണ്. 1836. നെക്സ്റ്റ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ അല്ലെ, ഇദ്ദേഹം CMI അതായത് കാർമലൈറ്റ് ഓഫ് ദ മേരി ഇമാക്കുലേറ്റ് 1931 CMI സ്ഥാപിക്കുന്നത്. കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള നെയിം എന്ന് പറയുന്നത് ആ ഒരു പ്രസ്ഥാനത്തിന്റെ. നെക്സ്റ്റ് തൈക്കാട് അയ്യ ശൈവ പ്രകാശ സഭയാണ് 1885. നെക്സ്റ്റ് ശ്രീനാരായണ ഗുരു SNDP അല്ലെ 1903. നെക്സ്റ്റ് ബ്രഹ്മാനന്ദ ശിവയോഗി ഒന്നുകൂടി പറയാം. നെക്സ്റ്റ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭയാണ് 1918. നെക്സ്റ്റ് നോക്കിക്കേ, വാഗ്ബടാനന്ദൻ വരുമ്പോ ആത്മവിദ്യാ സംഘം 1917. നെക്സ്റ്റ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം 1907. നെക്സ്റ്റ് സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം അല്ലെ 1917. നെക്സ്റ്റ് മന്നത്ത് പത്മനാഭൻ വരുമ്പോ NSS അല്ലെ 1914. നെക്സ്റ്റ് പാമ്പാടി ജോൺ ജോസഫ് വരുമ്പോ തിരുവിതാംകൂർ ചേരമർ മഹാസഭയാണ് 1921 അത് വരുന്നത്. നെക്സ്റ്റ് ഡോക്ടർ പൽപ്പു എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ ഈഴവ മഹാസഭ, അതായത് 1996 ഈഴവ മഹാസഭ വരുന്നത്. നെക്സ്റ്റ് പൊയ്കയിൽ യോഹന്നാൻ വരുമ്പോൾ PRDS പ്രത്യക്ഷ രക്ഷാ ദേവസഭ 1909. നെക്സ്റ്റ് VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ 1908. നെക്സ്റ്റ് അബ്ദുൽ ഖാദർ മൗലവി അതായത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം അല്ലെ 1918. നെക്സ്റ്റ് ശുഭാനന്ദ ഗുരുദേവൻ ആത്മബോധോദയ സംഘം 1932 വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ആനന്ദ തീർത്ഥൻ ജാതിനാശിനി സഭ 1931. അതുകൂടാതെ പണ്ഡിറ്റ് KP കറുപ്പൻ വരുന്നത് അരയ സമാജം അല്ലെ, അരയ സമാജം 1907. PK ചാത്തൻ മാസ്റ്റർ കേരള പുലയ മഹാസഭ 1970 വരുന്നത്. നെക്സ്റ്റ് കുറുമ്പൻ ദൈവത്താൻ ഹിന്ദു പുലയ മഹാസമാജം അത് 1917. നെക്സ്റ്റ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള ഭാഷാഭൂഷണി സഭ അല്ലെ 1891. അത് ഓർത്ത് വെക്കണം. കണ്ടത്തിൽ വർഗീസ് മാപ്പിള ഭാഷാഭൂഷണി സഭ 1891. നെക്സ്റ്റ് വേലുക്കുട്ടി അരയൻ അരയ വംശ പരിപാലന യോഗം അല്ലെ, അരയ വംശ പരിപാലന യോഗം. അപ്പൊ ഇത്രയും കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അതല്ലാതെ അപ്രധാനമായിട്ടുള്ള അല്ലാത്തതും കാര്യങ്ങളും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്റ്റുകളും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെ, VFA ആണ്. അപ്പോൾ VFAക്ക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോഴേ തന്നെ ആരംഭിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ. അപ്പൊ ഇവിടെ നമ്മുടെ ആ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ് ഉണ്ടാകും. അതുകൂടാതെ വിത്ത് PDF നോട്ട്സുകൾ, അതുകൂടാതെ നമുക്ക് വീക്കിലി ലൈവ് ക്ലാസ് ഉണ്ടാവും. മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ ടൈം ടേബിൾ ബേസ് ചെയ്ത് സിലബസ് ബേസ് ചെയ്താണ് പഠിക്കുന്നത്. വീക്കിലി എക്സാംസുകൾ, വീക്കിലി നമുക്ക് ലൈവ് ക്ലാസ്സുകൾ എല്ലാ സബ്ജക്റ്റുകളെയും ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ അതുകൂടാതെ വീക്കിലി എക്സാംസ്,
അതുകൂടാതെ നമ്മുടെ മാർക്ക് അനാലിസിസ് എല്ലാം നമുക്ക് ഇവിടെ ലഭിക്കും. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. 8590202323 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. CC ഓണം നല്ലോണം പഠിച്ചോണം.